യെസ്. അപ്പോൾ അടുത്തൊരു ഇസ്ലാം എയറിൽ പോയ ഒരു സാധനം ഒരാവശ്യമില്ലാത്ത കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനൊരു വിഷയമേ ഇവിടെ ഇല്ല, ഇതിനെക്കുറിച്ചൊന്നും ആരും പറയാനേ പോകുന്നില്ല, എന്നിട്ടും ചുമ്മാ ഇസ്ലാമിന് എയറിൽ കയറ്റി. റിപ്പോർട്ടർ ചാനലിൻ്റെ വകയാണ് കേട്ടോ, ഒരാവശ്യമില്ല. ഞാൻ റിപ്പോർട്ടർ ചാനൽ നമ്മുടെ സുഹൃത്തുണ്ട്, പുള്ളിക്ക് ഞാൻ അയച്ചു കൊടുത്തു, വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ പുള്ളി അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ, എന്താ സംഭവം? അനാഥ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയേക്കാൾ വലിയ അധ്യാപകനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാരാ പറഞ്ഞത്? ഒ വി വിജയൻ. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദേശീയ അധ്യാപക ദിന ആശംസകൾ. അടിപൊളി. അപ്പോൾ ഇതെന്താ സംഭവം? ഇത് ഇന്ന് നബിദിനം കൂടിയാണ്. അപ്പോൾ നബിദിനം കം അധ്യാപക ദിനം രണ്ടും കൂടി ഒരുമിച്ചാക്കിയാണ്. എന്നിട്ട് പഠിപ്പിച്ച സാമാനം എന്താണ്? ഇതുപോലെ ഒരു സാധനം. അനാഥ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയേക്കാൾ വലിയൊരു അധ്യാപകനെ ഇതുവരെ. എന്നാൽ ഇങ്ങനെ ഒരു സാധനം മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് ഒരു കഥ. നമ്മൾ സാധാരണ ഈ പേപ്പൂച്ച മതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. അതായത് ഇസ്ലാമിൽ ഒരു നന്മ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു സാധനം പൊക്കിക്കൊണ്ട് വന്നാൽ ഒരു 10 വട്ടം ആലോചിക്കണം എന്ന് നമ്മൾ പറയും. കാരണം അങ്ങനെ ഒരു നന്മ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതാണ് അവസ്ഥ. കാരണം എന്തായിരിക്കും? ഒന്നുകിൽ അതിനൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അത് എന്ന് വെച്ചാൽ അത് റദ്ദാക്കിയിട്ട് അതിന് ശേഷം ഒരു സാധനം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഫേബ്രിക്കേറ്റഡ് ആയിരിക്കും, കള്ള ഹദീസ് ആയിരിക്കും. ഈ സാധനം നല്ലൊരു ഒന്നാം തരം കള്ള ഹദീസാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല, ഇങ്ങനെ നബി പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് വിശ്വാസമാവില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടി നമ്മളൊരു മൊല്ലാക്കനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, അസീം അൽ ഹക്കീം. നമ്മളെ ഏറ്റവും വലിയ ഉസ്താദാണ് കേട്ടോ. നമ്മൾ വേറെ നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, മോശം വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ആരെങ്കിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തൗബ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നു, ഒരാൾ ചോദിക്കുകയാണ്, സർ, റിഗാർഡിംഗ് എ ഹദീസ് quoted by my friend without any know that do not kiss your kids in front of orphan, is it correct or fabricated? എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളായിട്ടുള്ള ചോദ്യം. ഇത് കൂടുതൽ പറയാനൊന്നുമില്ല. ഇത് നമ്മൾ മുന്നേ നമ്മുടെ രാമനുണ്ണി എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഇസ്ലാമിൽ ഞാൻ കണ്ട ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എഴുന്നള്ളിച്ച് അതിനകത്ത് കൊണ്ടുവന്നൊരു സാധനമാണ്. പുള്ളി ഏതോ ഒരു മുസ്ലിം കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്ന് ജീവിച്ചു. അപ്പോൾ എന്തോ പുള്ളി അനാഥനായിരുന്നു എന്നോ, അപ്പോൾ അനാഥ പയ്യൻ്റെ മുന്നിൽ വെച്ച് ഉമ്മ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പൊലിപ്പിക്കും. സംഗതി അത് കള്ള ഹദീസാണ്. ഇതാണ് സംഭവം. ഇത് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ദർ ഇസ് നോ സച്ച് ഹദീസ്. ഇത്രയേ ഉള്ളൂ ഉത്തരം. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും വിശ്വാസി ഇവിടെ കറങ്ങി നടക്കുന്ന ആൾക്ക് അതിലൊരു സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി പിടിച്ച് നേരെ ചെല്ലുക, അസീം അൽ ഹക്കീമിനെ പിടിച്ചിട്ട് ചോദിക്കുക, ഡാ പുല്ലേ, എന്നോട് ആരാടാ പറഞ്ഞ ഈ ഹദീസില്ലാന്ന്? നമ്മൾ മദ്രസയിൽ പഠിച്ചതാണടാ, എന്നോട് ആരാ പറഞ്ഞതില്ല എന്ന് പറയാൻ? ഇത് വെറുതെ എക്സ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കരുത്. എക്സ് മുസ്ലിങ്ങൾ വളം വെച്ച് വളർന്നാൽ അവർ വഴി സംഖ്യ വളരും. സംഖ്യ വളർന്നാൽ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ആകെ മൊത്തം പ്രശ്നമാണ്. ഇത് പോയി അവിടെ അസീം അൽ ഹക്കീമിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക. ഏതായാലും ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഏതായാലും അധ്യാപക ദിനം പറയാൻ വേണ്ടിയിട്ട് വന്ന് ഇവിടെ മുഹമ്മദ് നബീനെ പിടിച്ചിട്ടപ്പോൾ ഇന്ന് നബിദിനമായതുകൊണ്ട് 2 വാക്ക് നബിദിനത്തെക്കുറിച്ചും കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഓഡിയൻസിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നബിദിനം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന സാധനം ഇതാണ്, നിനക്ക് നിൻ്റെ മതം, അവർക്ക് അവരുടെ മതം, മറ്റു മതങ്ങളെ പരിഹസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം. ഇത് കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. നിങ്ങളിതൊന്നും ഇങ്ങനെ തമാശയാക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മളൊരു കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ? ഒന്നില്ലേ നമ്മളെ മുഹമ്മദ് നബി അല്ലേ? മമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ പുതിയ തീട്ടൂരം. അങ്ങനെ വിളിച്ചാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണിത്? നിങ്ങൾക്കൊരു ചെറിയൊരു മാന്യതയൊക്കെ വേണ്ടേ? അപ്പോൾ ഇവിടെ നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണിത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് നിൻ്റെ മതം, ലക്കും ദീനക്കും വലിയ ദീൻ, ഇതാണ് ഈ പറഞ്ഞ സാധനം. പക്ഷെ എന്താ പ്രശ്നം? ഇത് റദ്ദാക്കുന്നത് നസ്ക് ചെയ്യാന്ന് പറയും. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ശീലിച്ച കാര്യമാണ്. ഇന്ന് വിശ്വാസികൾക്ക് ഇങ്ങോട്ട് പറയാൻ കഴിയുന്ന സാധനങ്ങളാണ്. നമ്മളിവിടെ കാണുന്നുണ്ട് ചില ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും ഇതിന് ശേഷം പറഞ്ഞു എന്നാണ് കാഫറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊന്നേക്കുക എന്നാണ് പിന്നീട് പറഞ്ഞത്. പക്ഷെ അത് ഇതുപോലെ എഴുതി ഒരു ബാനറാക്കി പിടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ നമ്മളുടെ തീഹാർ ജയിലോ വല്ല ഷൂ നക്കലിലേക്കൊക്കെ പോകേണ്ടി വരും. അതാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം കുട്ടികൾ അതൊക്കെ പൊക്കി പിടിച്ചോട്ടെ, ഇതാണ് ഞാൻ പറയുക. പക്ഷേ ഇതെന്താ പ്രശ്നം? ഇതാണ് യഥാർത്ഥ സംഗതി. ഇപ്പം ഞാനിവിടെ ഈ ഓണത്തിൻ്റെ ആഘോഷത്തിലൊക്കെ കാണുന്നു, മറ്റേ മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നു, ആൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നു ഒക്കെ നമ്മൾ കാണുമ്പോഴും എൻ്റെ മനസ്സിലൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇസ്ലാമിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണോ ഇത് ചെയ്യുന്നത്, അതോ അവരുടെ ഒരു ആഘോഷ മൂഡിൽ, ഒരു ഓണം മൂഡിൽ ചെയ്യുന്നൊരു സാധനമാണ്? ഇതാണ് പ്രശ്നം. ഞാൻ പറയാം, ഒരു ആഘോഷ മൂഡിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിന് എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ അവർക്ക് കുറേ കൂടിയൊക്കെ ഒരു കോഎക്സിസ്റ്റൻസിൻ്റെ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാനും ആ രീതിയിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനൊക്കെ സാധിക്കും എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങൾ എത്രത്തോളം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചോദ്യം ചെയ്യേണ്ടത്. ഞാനത് പറയാൻ കാരണം, ഇവിടെ ഈ മഹ്സ അമീനിയെ തല്ലിക്കൊന്നിട്ട് അതിൻ്റെ പേരിൽ അവിടെ ഇറാനിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ അവിടെ വലിയ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭമാണ്.
അപ്പോൾ ആ പ്രക്ഷോഭത്തിൽ ഇങ്ങനെ വലിയ ആളുകളൊക്കെ പോസ്റ്റ് ഇടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ സ്വതസിദ്ധമായ നമ്മുടെ ശൈലി ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ കറങ്ങി നടന്നിട്ട് ഇതുപോലുള്ള പ്രൊഫൈലുകൾ പോകുന്നു, അവരുടെ പോസ്റ്റുകളിൽ കമൻ്റ് ഇടുന്നു, എന്നിട്ട് അവരെ ടാഗ് ചെയ്യുന്നു, എന്നിട്ട് അവരുമായിട്ട് ചങ്ങാത്തം കൂടുന്നു, എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. എന്നുവെച്ചാൽ ഫ്രം ഗ്രൗണ്ട് സീറോ ഇത് അറിയാമെന്നുള്ളതാണ് നമ്മളൊരു രീതി. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രത്യേകിച്ച് അന്ന് ആ വിഷയത്തിൽ കൂടുതൽ സ്ത്രീകൾ തന്നെയായിരുന്നു. അങ്ങനെ കുറേ സ്ത്രീകളെ നമ്മൾ ഇങ്ങനെ വലയിട്ട് അതിനകത്ത് ചൂണ്ടയിട്ട് ഞാൻ പിടിച്ചു. അങ്ങനെ എന്നിട്ട് അവരുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. അപ്പം ഞാൻ അതിൽ 1-2 പെൺകുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഒരു ചോദ്യമാണിത്. നിങ്ങൾ ഈ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നു, അവിടുത്തെ ഡെത്ത് ടു ഖൊമനേയി എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ ഇറാനിയൻ റെജീം താഴെ പോകണമെന്ന് നിങ്ങൾ പറയുന്നു, ഇസ്ലാമിക് റെജീം താഴെ പോകണമെന്നൊക്കെ നിങ്ങൾ പറയുന്നു. പക്ഷേ ഈ സംഗതി ഇത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞതാണ് നമ്മുടെ അവസ്ഥ. കാരണം എന്താണ്, അവരൊരു ഓളത്തിന് ഇതൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യാണ്. പക്ഷേ ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം അത് അടിച്ചേൽപ്പിക്കുന്നത് അത് ഇസ്ലാമിൻ്റെ ഒരു നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇസ്ലാമാണ് ആ സാധനം എന്ന് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവർ വിശ്വാസികളാണ്. അവർ ഇതിനകത്ത് ഇസ്ലാം ഈസ് നോട്ട് ഹാംഡ് ഡ്യൂറിങ് ദിസ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന മാതിരിയാണ് അവർ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ ഹിജാബൊന്നും നമുക്ക് വേണ്ട, പക്ഷേ ഇസ്ലാം ചക്കരയാണ്. ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പം ഞാൻ അന്നത്തോടുകൂടി കാര്യം നമുക്ക് മനസ്സിലായി. ഇത് കുറച്ചുകൂടി സമയം പിടിക്കും ഇവർക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവും. ഏതായാലും ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം, ഇത് നമ്മുടെ 2021 കാര്യമാണ് ഈ പറയുന്നത്. അതിനൊക്കെ ശേഷം ഇപ്പോൾ നമ്മൾ 2025 വന്ന് നിൽക്കുമ്പോൾ കുറേ കൂടി ആളുകൾക്ക് അത് മനസ്സിലാവുകയും ഇസ്ലാമാണ് പ്രശ്നം മനസ്സിലാവുകയും അവിടെ പള്ളികൾ പോലും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് അവർ എത്തി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആ സംഗതി കുറേ കൂടിയും ഡീപ്പ് റൂട്ടഡ് ആയിട്ട് പോയി ഇത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കുറേ കൂടി സാധിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. മാത്രമല്ല നമ്മൾ ആ രീതിയിലും കൂടുതൽ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ നമുക്കത് മനസ്സിലാവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഈ ഉസ്താദുമാർ പറയുന്ന ഓണം മൂട് എന്ന് പറയുമ്പോൾ അപ്പുറത്തിരുന്നിട്ട് ഈ മരണം മൂട് എന്ന് പറയുന്നതോ അതിൻ്റെ കാരണം ഇസ്ലാമാണെന്ന് പറയുന്നതോ, നിങ്ങൾ ഓണം ആഘോഷിക്കരുത് എന്ന് പറയാൻ അവിടെ കാരണം വെക്കുന്നത് ഇസ്ലാം ഈ പറയുന്ന ഷിർക്ക് എന്ന പ്രശ്നം, അതായത് ഉമ്മാൻ്റെ മൂട്ടിലേക്ക് പോകുന്ന പ്രശ്നം ഇതാണോ, ഇതൊന്നും ഇവരുടെ തലയിലേക്ക് വരുന്നുണ്ടോ? ഇല്ലേ. ഇതാണ് നമ്മൾ പറയേണ്ടത്. അവിടെയാണ് നമ്മളുടെ റോള് വരുന്നത്. അത് അവർ ആഘോഷിക്കട്ടെ, അവരതിൻ്റെ കാര്യങ്ങൾ അവരവിടെ ചെയ്യട്ടെ. പക്ഷേ അതിന് പാരലായിട്ട് നമ്മളിത് പറഞ്ഞു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് അവരിലേക്ക് ഏതെങ്കിലും ഒരു ദിവസം എത്തേണ്ട ഒരു സാധനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് എത്തില്ല. പകരം എന്താ സംഭവിക്കുക, എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരു ഹിജാബ് പ്രക്ഷോഭം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടാൽ ഇതേ ഡാൻസ് കളിക്കുന്ന കുട്ടികളൊക്കെ തന്നെയായിരിക്കും മിക്കവാറും അവിടെ പോയിട്ട് ഹിജാബ്, ഞാനും ഒരു ഹിജാബിയാണെന്നൊക്കെ പറഞ്ഞു വന്ന് നിൽക്കാൻ സാധ്യതയുള്ള കുട്ടികൾ. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പ്രശ്നം അവർക്ക് മനസ്സിലാക്കണം. ഞാനിത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ളൊരു സ്ത്രീ തന്നെ, അവരുമായിട്ട് നമ്മൾ ഇങ്ങനെ ചില ഡിബേറ്റ്സൊക്കെ നമ്മളിങ്ങനെ സംസാരം ഇങ്ങനെ ക്ലോസ് ആയിട്ട് പറയുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഹിജാബിനെയൊക്കെ ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം അവർ എക്സ് മുസ്ലിമാണ്, ഹിജാബൊന്നും ഇടാറൊന്നുമില്ല, പക്ഷേ എന്നാലും ഹിജാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചറൽ ആയിട്ടുള്ളൊരു സാധനമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തർക്കം നമ്മൾ നടത്തി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. കുറേ നാൾക്ക് ശേഷം എന്നോട് വന്നിട്ട് പറയാണ്, അന്നത്തെ ആ സംസാരത്തിന് ശേഷമാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് ഇത് ഇസ്ലാമിൻ്റെ സാധനമാണ്, ഇപ്പം ഞാൻ ഈ സാധനം ഉപയോഗിക്കാറില്ല, ഇത് ഞാൻ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പോലും ഇത് ഞാൻ ഇനി തലയിൽ ഇടില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് നമ്മളോട് ഒന്ന് പറയാണ്. അപ്പോൾ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു ധാരണ പെശകാണത്. അതായത് ഇതൊരു കൾച്ചറൽ എലമെൻ്റാണ്, ഇതൊരു വസ്ത്രമാണ്. ഇത് വസ്ത്രമല്ല. ഹിജാബ് എന്ന് പറയുന്നത് ഒരു വസ്ത്രമേ അല്ല, അതൊരു മതചിഹ്നമാണ്. ഇത് നമ്മൾ മനസ്സിൽ ഉറക്കാത്ത കാലത്തോളം നിങ്ങൾ എത്ര എക്സ് മുസ്ലിമായിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾ ഹിജാബിൻ്റെ ഒരു സാധനം ഇവിടെ വന്നാൽ ഇന്ത്യയിൽ ഞങ്ങൾ ഹിജാബിനോടൊപ്പം, ഇറാനിൽ ഞങ്ങൾ ഹിജാബിനെതിരെ എന്നൊക്കെ പറയുന്ന സർക്കസുമായിട്ട് നടക്കേണ്ടി വരും. അതാണ് ഇവിടുത്തെ എക്സ് മുസ്ലിം സംഘടന ചെയ്തത് നമ്മൾ കണ്ടത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു തുരപ്പം പണി എന്ന് നമുക്കിവിടെ പറയാം. അപ്പം ഇവരുടെ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോഴൊരു പ്രശ്നമാണ്. ഇത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഒരു സംഗതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇത് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആഘോഷമൊക്കെ നടന്നില്ലേ, എന്തിനാ ഇപ്പോൾ ഇതിനകത്ത് ഇസ്ലാമിനെ വലിച്ചടയ്ക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇനി അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയാം മറ്റൊരു ഇതേപോലെ ഒരു സാധനമാണ്. സ്ത്രീകളെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും വിജയിച്ചിട്ടില്ല. ഇത് ഞാൻ എഴുതി വെച്ചതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതി വെച്ച സാധനമാണ്. ഇത് ഏതോ ഒരു നബിദിന റാലിയോടനുബന്ധിച്ച് ഏതോ ഒരു മഹാൻ എഴുതി വെച്ച സാധനം. ഇതൊരു മുസ്ലിം സമുദായത്തിൽ ഇത് കേൾക്കുമ്പോൾ ഇത് വലിയ സംഭവമാണ്. പണ്ട് നമ്മളെ സുന്നി സോൾജർ എന്ന് പറഞ്ഞ ചങ്ങാതി ക്ലബ് ഹൗസിലൊക്കെ വലിയ അംഗമൊക്കെ വെട്ടിയിരുന്നതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ വീഡിയോ റോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള കുറേ കാലം മുന്നേ. പുള്ളിയൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഈ പറയുന്ന ഹദീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീകൾ അധികാരം ഏൽപ്പിച്ച് ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് പറയുന്ന സംഗതി അത് അച്ചട്ടാണ്, അത് അങ്ങനെ സംഭവിക്കൂ എന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഇസ്ലാമിക ജിഹാദികളോടുണ്ട്.
അവരാണ് ഈ പറയുന്ന സാധനം മുന്നോട്ട് വെക്കുന്നത്. അവരെ നിങ്ങൾ എങ്ങനെയാണ് തടയാൻ പോകുന്നത്? ഈ സാധാരണ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇവരെ തിരുത്താൻ പോകുന്നത്? നിങ്ങൾ ഒരു വേദിയിലേക്ക് പോകുന്നു, നിങ്ങളൊരു ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതൃസ്ഥാനത്തേക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് ശരിയല്ല, സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്ക് എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. സിംസാറുൽ ഹക്ക് ഹുദവി പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. അവരെന്താ പറഞ്ഞത്? സ്ത്രീകൾ അവർ അടുക്കളയിൽ ഇരുന്നാൽ മതി, അത് നമുക്ക് ഈ പറയുന്ന സാധനം ഒക്കെ ഉണ്ടാക്കി എന്താണ് പത്തിരി മുന്നക്കായി ഉണ്ടാക്കേണ്ട പണിയാണ് നിങ്ങൾക്കുള്ളത്, അത് നിങ്ങൾ മര്യാദയ്ക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ കുത്തിരുന്നോളി എന്ന് പറയുന്ന നിലപാട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ പറയും, ഇതാണ് നമുക്കിവിടെ കാണാനുള്ളത് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിവിടെ ഉള്ളതാണ്. ഇത് നമ്മൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ പേരിൽ നമ്മൾ മുസ്ലിം വിരുദ്ധനാക്കുന്നതാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പള്ളിയിൽ വീണ്ടും നിങ്ങൾക്ക് പറയാം. പള്ളി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ അടച്ചുപൂട്ടിയ പള്ളി വേണമെങ്കിൽ അങ്ങ് ഇറാനിലേക്ക് പോയാൽ അത് വേറെയുണ്ട്. അപ്പോൾ ഏതായാലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഓർമ്മിച്ച് പോകാമെന്ന് വിചാരിച്ചു. വേറെ 1-2 വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് പിന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയമായ ഓഡിയൻസിലേക്ക് നമുക്ക് പോകേണ്ടതുള്ളതുകൊണ്ടും ഞാനതൊന്ന് കട്ട് ഷോട്ട് ചെയ്തിട്ട് ബാക്കി വിഷയങ്ങൾ ബാക്ക്ലോഗാണ്. ഇതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 2 ദിവസം എനിക്കൊന്ന് പനി പിടിച്ചൊന്ന് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒന്ന് കിടന്നു പോയാൽ വിഷയങ്ങൾ ബാക്ക്ലോഗ്. ഇതാണ് എൻ്റെ അവസ്ഥ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും, ഞാനൊക്കെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ആലോചിച്ചിരുന്നൊരു കാര്യമാണ്, അയ്യോ എങ്ങാനും വിഷയങ്ങളില്ലാതെ പോയാൽ എൻ്റെ ചാനൽ പൂട്ടിപ്പോകില്ലേ. ഇന്ന് ഏതായാലും അങ്ങനെ ഒരു ചിന്ത ഇല്ലയെന്ന് മാത്രമേ, നാളെ വെച്ചിട്ട് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. ഇതാണ് അവസ്ഥ. എന്നാലും വിഷയം തീരില്ല. ഇതാണ് അവസ്ഥ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ പണ്ട് ഹലാൽ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ മാതിരി ഒരു സാധനം അങ്ങ് മഹാരാഷ്ട്രയിൽ വന്നിട്ടുണ്ട്. അതവിടെ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പറയാം, നാളെയൊക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റ് ചില വാർത്തകളൊക്കെ ആയിട്ട്, മറ്റേ വാർത്തകൾ നമ്മളെ പിങ്കി ആയിട്ടുള്ളത് അത് വഴി ഓരോന്നായിട്ട് വരും. അതിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പനി പിടിച്ചെങ്കിലും അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കണ്ടെത്തി ചെയ്യാൻ ശ്രമിച്ചു. ഒരു ചെറിയ ഭാഗം ഇത് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഏതായാലും ഫോമിൽ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസമൊക്കെ നമുക്ക് ഉഷാറാക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ അത് ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഓണം ആഘോഷം അത് നേരെ അങ്ങ് കേൾക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആശംസകൾ നേരിട്ട് അങ്ങോട്ട് കൈപ്പറ്റാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിന്നിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരെ അതിലേക്ക് കിടക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണം, നബിദിനം, അതുപോലെ എന്താണ് മറ്റേ സാധനമുണ്ട്, അധ്യാപക ദിനം. ഈ 3 സാധനങ്ങൾ കൂടി ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. ഓഡിയൻസിലേക്ക് നമുക്ക് പോകാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.